ഡിലോയിറ്റ് നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം 2025 ബജറ്റിങ്ങിനും ഇൻവെസ്റ്റിങ്ങിനും യൂസ് ചെയ്യുന്നവർ 30% അല്ലെങ്കിൽ അതിന് മുകളിലുള്ള എമൗണ്ട് എല്ലാ മാസവും സേവ് ചെയ്യുന്നതാണ്. സോ കഴിഞ്ഞ 3 മാസമായി ഞാനും ട്രൈ ചെയ്ത് നോക്കി യൂസ് ചെയ്തിട്ട് സ്മാർട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ കഴിയുമോ, പണം സേവ് ചെയ്യാൻ കഴിയുമോ എന്ന്. ആൻഡ് ഓഫ് കോഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്മാർട്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ കഴിയും. ആൻഡ് യൂസ് ചെയ്തിട്ട് സ്മാർട്ടായി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഏറ്റവും നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഈ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. സോ ഞാൻ സാഗർ മുരളി, എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇൻവെസ്റ്റർ ആൻഡ് എ പാർട്ട് ടൈം യൂട്യൂബർ. ലെറ്റ്സ് get into our first point. First point, track spending and avoid overspending. സോ ഇതിന് വേണ്ടിയിട്ട് കുറച്ചേറെ ടൂൾസ് ഉണ്ട്. അതിനെപ്പറ്റിയിട്ട് ഞാൻ ഇനി പറയാം. സത്യം പറഞ്ഞാൽ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അധികം എക്സ്പെക്റ്റേഷൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എനിക്ക് റിയലൈസ് ആയി എത്ര ബ്ലൈൻഡായിട്ടായിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നത് എന്നുള്ളത്. ആദ്യമായിട്ട് എനിക്ക് കാണിച്ചത് എത്രയാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതായത് സ്നാക്സ്, ഡെലിവറീസ്, റാൻഡം സബ്സ്ക്രിപ്ഷൻസ്, ഇൻഡിവിജ്വലി ഒക്കെ നമുക്ക് ചെറിയ എമൗണ്ടായിട്ട് തോന്നും. പക്ഷേ അതൊരു ട്രാക്കറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലിറ്ററലി ഷോക്കായി പോയത്. എൻ്റെ സാലറിയുടെ ഏകദേശം 25% അത്തരത്തിൽ പോകുന്നുണ്ടായിരുന്നു. ഒന്നും യഥാർത്ഥത്തിൽ റിയൽ വാല്യൂ ആഡ് ചെയ്യാത്ത കാര്യങ്ങളിലേക്കാണ്. അത് ഒരിക്കൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹാബിറ്റ്സ് സ്ലോലി ചേഞ്ച് ആവാൻ തുടങ്ങി. ഞാൻ ഓരോ കാറ്റഗറിക്കും ഓരോ ലിമിറ്റ് സെറ്റ് ചെയ്തു. ഒരു എക്സാമ്പിളിന് എനിക്ക് 10,000 രൂപയാണ് ഇത്തരത്തിലുള്ള സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ മാസം എല്ലാ ആഴ്ചയിലും 2,500 രൂപ, അങ്ങനെ 4 ആഴ്ച. സോ ഞാൻ ഓരോ കാറ്റഗറിക്കും ഇത്തരത്തിൽ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തു. ആൻഡ് എനിക്ക് ആപ്പ് എപ്പോഴും വാണിംഗ് തരും ഞാൻ അതിന് അടുത്തെത്തുമ്പോൾ. അത് വീക്ക്ലി വേണമെന്നുണ്ടെങ്കിലും മന്ത്ലി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഞാൻ വീക്ക്ലിയാണ് സെറ്റ് ചെയ്തിരുന്നത്. ആൻഡ് ആ സ്മോൾ അലർട്ട് ഒരു ട്രിഗറായിരുന്നു. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഫുഡ് ഓർഡർ വേണ്ട, അല്ലെങ്കിൽ ഇതെനിക്കിപ്പോൾ വാങ്ങണ്ട, പിന്നീട് വാങ്ങാമെന്ന്. അതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും എനിക്ക് മാനുവലി ചെയ്യേണ്ടി വന്നില്ല. നോ സ്പ്രെഡ്ഷീറ്റ്, നോ നോട്ട് ടേക്കിംഗ് സിസ്റ്റംസ്, ഒന്നുമില്ല. തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സൈലൻ്റായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യും. അത്തരത്തിലുള്ള 1-2 ടൂൾസ് ഞാൻ പറഞ്ഞുതരാം. IND മണി, മണി വ്യൂ, എക്സ്പെൻസ് FI മണി. അത്തരത്തിൽ IND മണി കുറച്ചുകൂടി നമ്മുടെ SMS ഒക്കെ വായിച്ചിട്ട് അതിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അത് ആണെന്ന് കംപ്ലീറ്റ്ലി പറയാൻ കഴിയില്ല, പക്ഷേ മറ്റേതൊക്കെ റിലേറ്റഡ് ആണ്. എനിക്ക് വേണ്ട ഇൻസൈറ്റ്സ് ഒക്കെ ഇത്തരത്തിലുള്ള ടൂൾസ് റെഡിയാക്കി തരും. സോ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 ഞാൻ നോക്കുമ്പോൾ എൻ്റെ സേവിങ്സ് ആൾമോസ്റ്റ് 20% വരെ ഇൻക്രീസ് ആയി. സോ അതൊരു വലിയൊരു എഫേർട്ടൊന്നുമില്ല. ഞാൻ കുറച്ചുകൂടി അവെയറായി എവിടെയൊക്കെയാണ് ഞാൻ ഓവർ സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. സെക്കൻഡ് പോയിന്റ്, ഓട്ടോമേറ്റ് സേവിങ്സ് ആൻഡ് ബജറ്റിംഗ്. എല്ലാവരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലൈനാണ് സേവ് മണി. പക്ഷേ എങ്ങനെ? മിക്ക ആൾക്കാരും ട്രൈ ചെയ്യുന്നത് മാസത്തിൻ്റെ അവസാനത്തിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മാസത്തിൻ്റെ അവസാനം എന്തായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്ക് 16,000 രൂപ സാലറി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യം ഇതാണ്. മാസത്തിൻ്റെ അവസാനം എന്തെങ്കിലും സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൻ്റെ അവസാനം എന്തായിരിക്കും, ബാക്കിയൊന്നും ഉണ്ടാവില്ല. സോ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോകേണ്ട എമൗണ്ടൊക്കെ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അധികം ഉണ്ടാവില്ല. സോ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സാലറി വരുന്നു. സോ 30% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 30% നമുക്ക് അത്തരത്തിലുള്ളൊരു ഫണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതിന് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ AI ടൂൾസ് യൂസ് ചെയ്യാം. സോ ഈ AI ടൂളിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് വേണ്ടി ഒരു ബജറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ എല്ലാ മാസവും സാലറി വരുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ സേവിങ്സിലേക്ക് മാറ്റണം, ഇത്ര ശതമാനം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് മാറ്റണം എന്നെല്ലാം തന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്തു. സോ ചില ആപ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഇതാണ്. സാലറി ഹിറ്റായ ഉടനെ തന്നെ പണം മൂവ് ചെയ്യുന്നു. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സ്പെൻഡിങ്, അങ്ങനെയുള്ള പല കാറ്റഗറീസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ, എനിക്കൊരു മാസം അധികമായിട്ടൊരു 10,000 രൂപ കിട്ടി, ഒരു ബോണസ് വഴിയോ അല്ലെങ്കിൽ ഒരു ഡിവിഡൻ്റായിട്ടോ അങ്ങനെ കിട്ടിയെന്ന് കരുതുക. എൻ്റെ സാലറി അക്കൗണ്ടിലുമാണ് അതും വരുന്നത്. സോ വരുന്ന ഉടനെ തന്നെ ആ എമൗണ്ടിനെ അത് വേറെ രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വിടാതെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു SIPയിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് ആ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സത്യത്തിൽ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതിയില്ല. പക്ഷേ സാലറി അക്കൗണ്ടിലേക്ക് ഹിറ്റായി സേവിങ്സിലേക്ക് പോകേണ്ട ക്യാഷ് കറക്റ്റായി ഞാൻ പോകേണ്ട ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ഡിസിപ്ലിൻ നമ്മൾ തന്നെ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഈ AI ടൂൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കാണാൻ കഴിയുന്ന എമൗണ്ട് മാത്രമേ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ എനിക്ക് വേണ്ടി സേവ് ചെയ്യേണ്ടത് ഓൾറെഡി അത് സേഫായി കഴിഞ്ഞു. ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സേവിങ്സ് ഏകദേശം 25% ഇൻക്രീസ് ആയി. തൊട്ട് മുമ്പത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞില്ലേ 20% ഞാൻ സേവ് ചെയ്തു. ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറി. ഈ ആപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തിൻ്റെ ട്രയൽസ് കിട്ടും. അത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. പക്ഷേ അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം 2,000 രൂപയൊക്കെ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ആപ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സേവിങ്സ് അക്കൗണ്ടില്ലേ, അതിൻ്റെ നെറ്റ് ബാങ്കിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും നെറ്റ് ബാങ്കിങ്ങിനകത്ത്. സോ നിങ്ങളുടെ സാലറി ഹിറ്റാകുമ്പോൾ ഓരോ മാസവും ഇന്ന ഫണ്ടുകളിലേക്ക് അല്ലെങ്കിൽ ഇന്ന ബില്ലുകളിലേക്ക് പൈസ മൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും നിങ്ങളുടെ സ്പെൻഡിങ് അക്കൗണ്ടിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് പ്രീ ഡിസൈഡ് ചെയ്യാം. ബേസിക്കലി നിങ്ങൾക്ക് സെയിം ഡിസിപ്ലിൻ, സെയിം ഓട്ടോമേഷൻ, പക്ഷേ ഫ്രീ ആയിരിക്കും. വേ 3, സ്മാർട്ട് ഇൻവെസ്റ്റിംഗ്. ഞാൻ എപ്പോഴാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്? സത്യത്തിൽ ആ സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതായത് ഒരുപാട് ഫിനാൻസ് ടേംസ് ഉണ്ട്. പഠിക്കണമെന്നുണ്ടെങ്കിൽ PE റേഷ്യോ, മാർക്കറ്റ് ക്യാപ്പ്, EPS,
അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പല കമ്പനീസിൻ്റെയും ഫിനാൻസ് കാണുമ്പോഴത്തേക്കും എനിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യലിൻ്റെ റിസൾട്ട്സ് ഒക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഡ്രെയിൻഡ് ആവും. അല്ലെങ്കിൽ സ്ക്രീനർ പോലുള്ള സൈറ്റുകൾ എടുത്ത് വെച്ചിരുന്നാലും അതിലുള്ള പല കാര്യങ്ങളും എനിക്കറിയില്ല. സോ ഒരുപാട് ഡാറ്റ ഉണ്ട്, പക്ഷേ എനിക്കൊന്നും അറിയില്ല. സോ AI വന്നപ്പോഴത്തേക്കും ChatGPT ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇനിഷ്യലി അതെനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കുറേയേറെ കാര്യങ്ങളിൽ എനിക്ക് പുതിയ എക്സ്പ്ലനേഷൻസ് എല്ലാം കിട്ടി. പക്ഷേ അതിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് റീസെൻ്റായിട്ട് നടക്കുന്ന ന്യൂസസ് ഒന്നും ഡീപ്പ് ഡൈവ് ചെയ്യില്ല, ഓൾഡ് ഫിനാൻസസ് ഒന്നും കമ്പയർ ചെയ്യില്ല, അല്ലെങ്കിൽ പഴയ റിസൾട്ടൊന്നും കമ്പയർ ചെയ്തിട്ട് ഇപ്പോഴത്തത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പല ടൂൾസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു ഫ്രീ ടൂള് എനിക്ക് ഹെൽപ്പ് ചെയ്തു. പ്രോവി എന്നാണ് ആ ടൂളിൻ്റെ പേര്. സോ നിങ്ങളുടെ ഫിനാൻസൊക്കെ റിസർച്ച് ചെയ്യാൻ ഒക്കെ ഈസി ആയിട്ടും ക്വിക്കായിട്ടൊക്കെ എടുക്കാൻ വേണ്ടി നിങ്ങളെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് സ്റ്റോക്സിൻ്റെയൊക്കെ ഇൻഡെപ്ത് റിസർച്ച്, ഫണ്ട്സ് കമ്പയർ ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഈ ആപ്പിലുണ്ട്. സോ നിലവിൽ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റായിട്ട് മാത്രമേ വർക്കാവൂ, ബട്ട് ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ആപ്പ് വെർഷൻ റിലീസ് ആവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ProView.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ഇതുപോലെ കയറുക. ആൻഡ് Sagar.m എന്ന് പറയുന്ന എൻ്റെ കൂപ്പൺ കോഡ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യുക. ആൻഡ് ഇതിലൊരു എക്സ്പെരിമെൻ്റൽ ഫീച്ചർ കൂടിയുണ്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് എങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, IPOs ഒക്കെ ഒരുപാട് ഡോക്യുമെൻറ്റ്സും റെഡ് ഹെറിങ് ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ പേരെനിക്കറിയില്ല, അതൊക്കെ നോക്കി കമ്പയർ ചെയ്യാനൊന്നും എനിക്ക് സത്യത്തിൽ അറിയില്ല. അതേപോലെ ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള സ്റ്റോക്സ് ഇല്ലേ, ചിലപ്പോൾ ചില സ്റ്റോക്സൊക്കെ 7 രൂപയ്ക്ക് കിടന്നിട്ട് പിന്നീട് 7,000 രൂപ പോകുന്ന അത്തരം സ്റ്റോക്സുകളെ കണ്ടെത്താനും ആൻഡ് ബോണസായിട്ട് ഏണിംഗ് കോളിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആരൊക്കെയാണ് അത്രയും സമയത്ത് നീണ്ടിരുന്ന 4-5 മണിക്കൂറുള്ള ഏണിംഗ് കോളൊക്കെ കേൾക്കുന്നതാണ്. സോ ഫസ്റ്റ് പോയിന്റ്, പിക്കിംഗ് ദ റൈറ്റ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങളിൽ പലരും എന്നോട് കമൻസും ഇൻസ്റ്റാഗ്രാം DMസും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പറഞ്ഞുതരാമോ, സ്മോൾ ക്യാപ്പിലൊരു ഫണ്ട് പറഞ്ഞുതരാമോ, അല്ലെങ്കിൽ എൻ്റെ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഗോളുണ്ട്, സോ അതിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് അവരുടെ റിസ്ക് പ്രൊഫൈൽ, അവരുടെ ഗോൾസൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ചെയ്യുന്നത് ഇതുവഴിയാണ്. അത് വെറുതെ ഗസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലൈൻഡ്ലി അഡ്വൈസ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഈ മ്യൂച്വൽ ഫണ്ട്സൊക്കെ നിങ്ങൾക്ക് ചേരും എന്നുള്ള ഇതിൽ ഞാൻ പറയാറുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോവ്യൂ ആണിപ്പോൾ. സോ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. സോ പ്രോവ്യൂ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഫണ്ട് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് റിസ്ക് എത്ര, പേഴ്സണൽ ഗോൾസിന് ഫിറ്റാണോ അല്ലയോ ഒക്കെ, ഇതൊക്കെ ഇത്തരത്തിൽ മുമ്പൊക്കെ മണിക്കൂറുകളെടുത്ത് സ്പ്രെഡ്ഷീറ്റും PDFs ഒക്കെ വെച്ചിട്ട് ചെയ്തു തരുന്ന കമ്പാരിസൺ ഇപ്പോൾ ഒരു സിംഗിൾ പ്രോംപ്റ്റിൽ തന്നെ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് വീക്ക് ഞാൻ 3 ഫണ്ട്സിനെ ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ടാണ് കമ്പയർ ചെയ്തത്. അത് എൻ്റെ ചോയ്സിന് ഞാൻ അത്രത്തോളം കോൺഫിഡൻറ്റും ആയിരുന്നു. സോ നിങ്ങൾക്കും അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രോവി എന്ന വെബ്സൈറ്റിൽ കയറുക, ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടാണോ കൂടുതൽ അറിയാനുള്ളത് അതിനെപ്പറ്റി ടൈപ്പ് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാനിവിടെ SBI സ്മോൾ ക്യാപ്പാണ് കൊടുക്കുന്നത്. സോ കുറച്ച് സെക്കൻഡ്സ് എടുക്കാം. ഇത് SBI സ്മോൾ ക്യാപ്പിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും പഴയതും ഇപ്പോഴും ഉള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അനലൈസ് ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഇത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിന് ചേരുന്നതാണോ അല്ലയോ അത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫണ്ടിൻ്റെ ഓവർവ്യൂ, കറണ്ട് AUM, പോർട്ട്ഫോളിയോ കമ്പാരിസൺ, ഇക്വിറ്റി എത്ര, ക്യാഷ് എവിടെയൊക്കെ ക്യാഷ് എവിടെയാണ് ഉള്ളത്, എത്ര പെർസെൻറ്റേജാണ് ഉള്ളത്, ഏതൊക്കെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഓക്കെ ഇതൊക്കെ നോർമലി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇതിന് ശേഷം ഫണ്ട് മാനേജറിൻ്റെ കാര്യങ്ങളും അതുപോലെ ഫണ്ട് മാനേജറിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. സോ ഫീസ് ടേൺ ഓവർ ഇത്ര പെർസെൻറ്റേജാണ് അവിടെ പോകുന്നത്, ഇവിടെ പോകുന്നത്, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, SBI സ്മോൾ ക്യാപ്പിനെ വെച്ചിട്ട് HDFC സ്മോൾ ക്യാപ്പ്, ബന്ധൻ ബാങ്ക്, ആക്സിസ് സ്മോൾ ക്യാപ്പ്, ഇത്തരത്തിലുള്ള പല ഫണ്ടുകളെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. സോ അത്തരത്തിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഫണ്ടാണോ ഇത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് നോക്കാം. സോ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ 7+ ഇയേഴ്സ് മിനിമം ഉള്ളവർക്ക് കൊടുക്കണം, ഹൈ വോളറ്റിലിറ്റി ഫേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കൊടുക്കണം. സോ അത്തരത്തിലുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉൾപ്പെടെ വീക്ക്നസ്സും എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് ക്വിക്കായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രോവി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ഷൻസിൽ കയറുക, മാർക്കറ്റ് ഇൻ്റലിജൻസ്, അതിനകത്ത് കമ്പയർ ഫണ്ട്സ്. സോ കമ്പയർ ഫണ്ടിനകത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് വേണമെന്നുള്ളത്. സോ കമ്പയർ ഫണ്ട്സ്, സ്മോൾ ക്യാപ് ഫണ്ട്സ്, നമുക്ക് കമ്പയർ ചെയ്യേണ്ട ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ചേരുന്ന ഫണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. സെക്കൻഡ്, അണ്ടർസ്റ്റാൻഡിങ് IPOs വിത്തൗട്ട് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, മുമ്പൊക്കെ IPO പ്രോസ്പെക്ട്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം പോകാറുണ്ട്. മേ ബി 2 ദിവസം തന്നെ എടുക്കുമായിരുന്നു ചിലപ്പോൾ അത് വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ഒരു IPOയുടെ സീസൺ വരുമ്പോൾ 4-5 കമ്പനീസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കമ്പനീസാണ് അറ്റ് എ ടൈം നമുക്ക് ലിസ്റ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഡോക്യുമെൻ്റൊക്കെ പഠിച്ച് തീരുമ്പോഴേക്കും നമുക്കത് ആ കമ്പനീസ് വാങ്ങിക്കാനുള്ള
വെയിറ്റേജ് ചിലപ്പോൾ പോയിട്ടൊന്നുണ്ടായിരിക്കും. സോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, ആരെങ്കിലും യൂട്യൂബ് ചാനലിലോ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ പറയുന്ന IPOs സബ്സ്ക്രൈബ് ചെയ്യും, പൈസ പോകും. പ്രോവിയോ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. അതായത് കമ്പനി ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഹിഡൻ റിസ്ക്കുകൾ എന്തൊക്കെയാണ് ആ നമ്പേഴ്സിൻ്റെ പുറകിലുള്ളത്, സോളിഡ് ഓപ്പർച്യൂണിറ്റി ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുന്നു. സോ നമുക്ക് ഇതേപോലെ ഹൈപ്പൊക്കെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടൊന്നും ക്യാഷ് കളയേണ്ട കാര്യമില്ല. ഫാക്ട്സിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ കഴിയും. സോ ലാസ്റ്റ് മന്ത് വന്നൊരു റിസ്കി ആയിട്ടുള്ള IPO ഞാൻ നോക്കുമ്പോൾ പല ടെലഗ്രാം ഗ്രൂപ്പ്സിലും ആ IPO പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹൈപ്പായിരുന്നു ആ സമയത്ത്. സോ ഞാൻ പ്രോവ്യൂ യൂസ് ചെയ്തു, നോക്കിയപ്പോൾ അത് അത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. ആൻഡ് നന്നായി, മാർക്കറ്റ് ചെറുതായിട്ടൊന്നും ഡൗൺ ആയപ്പോൾ തന്നെ അതിനേക്കാളും നല്ല രീതിയിൽ അത് താഴെ പോയി. സോ ഇനി വരാൻ പോകുന്ന ഒരു IPO നമുക്ക് നോക്കാം. IPO ആൻഡ് നോ ഓപ്പർച്യൂണിറ്റീസ്. സോ അതിനകത്ത് IPO എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനകത്ത് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു IPO ടാറ്റ ക്യാപിറ്റൽ. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. ഗ്രോ ഉൾപ്പെടെയുള്ള ഹീറോ മോട്ടോകോർ, ICICI പ്രൊഡൻഷ്യൽ പോലുള്ള കെൻ മിനറൽസ്, അത്തരത്തിലുള്ള പല കമ്പനീസും, ലെൻസ്കാർട്ട്, മിൽക്കി മിസ്റ്റ് കേട്ടിട്ടുള്ള പല കമ്പനീസും ഇപ്പോൾ വരുന്നുണ്ട്. സോ ഇതിൽ ഏതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? എല്ലാത്തിനും കൊണ്ടുപോയി 25,000 അല്ലെങ്കിൽ 40,000 രൂപ കൊണ്ടുപോയി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. സോ നമുക്ക് ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യും. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ DHRPയുടെ ഒരു സമ്മറി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് എത്ര % എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് സംബന്ധിക്കുന്ന എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. നമ്മളൊരു ഹ്യൂമനോടായിട്ടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ബയാസ്ഡ് അല്ലാത്ത ഒരു ആൻസർ കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ AI ചോദിക്കുന്നത്, AIക്ക് പ്രത്യേകിച്ച് ബയാസൊന്നുമില്ല. സോ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തേത് ഫൈൻഡിങ് ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അതായത് ഇൻഫോസിസ്, റിലയൻസ്, TCS, ബജാജ് ഫിനാൻസ്, അത്തരത്തിലുള്ള വലിയ കമ്പനീസ് എല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിലാണ് നമുക്ക് റിയൽ വാല്യൂ. അത്തരം കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള റിട്ടേൺസ് ഒക്കെ കിട്ടുന്നു. പ്രോവിയോൻ്റെ ജെംസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. സോ ഇത്തരത്തിലുള്ള സ്മോൾ കമ്പനീസിന്, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആക്ഷൻസിനകത്ത് പോവുക, ജെംസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്യുക, ട്രൈ. സോ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും കമ്പനിയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാം. ബോണസ്, ക്വിക്ക് ഇൻസൈറ്റ്സ് ഫ്രം ഏർണിംഗ് കോൾസ് സ്കിപ്പ് ചെയ്യാറായിരുന്നു ഞാൻ ചെയ്യാറ്. കാര്യം ഒരു 4-5 മണിക്കൂറുള്ള മാനേജ്മെൻറ്റ് ടോക്ക് കേൾക്കാൻ നമുക്ക് ടൈമുണ്ടോ? പ്രോവിയോ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് തരുന്നു. നമുക്ക് ഒരു ഇൻവെസ്റ്ററായിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട്. ആൻഡ് അതുപോലെ എൻ്റെ ഫേവറേറ്റ് ഫീച്ചറാണ് ഇപ്പോൾ ബെറ്റ വേർഷനിലുള്ള സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. സോ ബേസിക്കലി നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് അറിയേണ്ടത്? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യണം, അങ്ങനെയുള്ള 100 ചോദ്യങ്ങളുണ്ടായിരിക്കും നമുക്ക്. അതെല്ലാം ഒരു മലയാളം ഓഡിയോ ബുക്കായും മലയാളം പോഡ്കാസ്റ്റായും എല്ലാം AI ഉപയോഗിച്ചിട്ട് ഓഡിയോ ജനറേറ്റ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ഡ്രൈവ് ചെയ്യുന്ന സമയത്തും ഒക്കെ കേട്ട് നമുക്ക് നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിളിന് ഇപ്പോൾ നമുക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി എന്താണെന്ന് നോക്കാം. സോ ഞാൻ സ്റ്റുഡിയോ ഫീച്ചറിൽ പോയി ഓഡിയോ സെലക്ട് ചെയ്തു ആൻഡ് ഈ ഇൻപുട്ട് കൊടുക്കുന്നു. ജനറേറ്റ് ചെയ്യുന്ന ഓഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ചാർട്ടുകൾ നോക്കിയിരിക്കുമ്പോൾ വില മുകളിലേക്കും താഴേക്കും മിന്നൽ വേഗത്തിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു നിമിഷം കൊണ്ട് മാറുന്ന ആ ചെറിയ വില വ്യത്യാസങ്ങളിൽ നിന്ന് ഒരു AI ആയിട്ടാണ് എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. ഒരു 90 അല്ലെങ്കിൽ 95% നോൺ AI ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ നിങ്ങൾക്കിത് ഈ ടൂൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ലിങ്കിൻ്റെ ബയോയിലുണ്ട്. സാക്രം എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. പക്ഷേ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടാണ്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു മണി ഡ്രെയിനർ ഉണ്ട് നമ്മുടെ മുന്നിൽ, ടാക്സ്. സോ AI ഉപയോഗിച്ചിട്ട് എങ്ങനെ ടാക്സിനെ നമ്മുടെ വരുതിക്കാക്കാം എന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. ടാക്സ് കൺസൾട്ടൻസും അല്ലെങ്കിൽ CA ഒഴികെ ബാക്കിയാരും ഹാപ്പിയായിട്ട് കേൾക്കാത്തൊരു കാര്യമാണ് ടാക്സ്. എല്ലാ വർഷവും ലാസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഫോം 16 റെസീപ്റ്റ്സ്, റാൻഡം എക്സൽ ഷീറ്റ്സ് എല്ലാം എടുത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് സ്റ്റിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യും. കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പേ ഉള്ള ഏകദേശം ഒരു 3-4 ടാക്സ് റിട്ടേൺസിൽ എനിക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഒരുപാട് ടൈം എനിക്ക് പെനാൽറ്റീസ് വന്നിട്ടുണ്ട്, ഫൈൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഡിലേ ആക്കിയത് കൊണ്ട് മാത്രമല്ല, ഞാനായിട്ട് എന്തെങ്കിലും മിസ് ചെയ്തതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാതെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സ്ട്രാ എമൗണ്ട് ആഡ് ചെയ്തുകൊണ്ടോ ഒക്കെ.
പക്ഷേ ഇപ്പോൾ AI ടൂൾസ് ഈ പ്രോസസ്സ് കുറച്ചുകൂടി സിമ്പിളാക്കിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. എൻ്റെ ഇൻകം സോഴ്സസ്, സാലറി, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സൈഡ് ഹസിൽ, അതിൻ്റെ ഏണിങ്സ് എല്ലാം. ആൻഡ് ഇത് നമുക്ക് പറഞ്ഞു തരും ഇത് എവിടെ നമുക്ക് കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യാൻ കഴിയുന്നു. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഇയർ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൽ എനിക്ക് കുറച്ചേറെ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ കഴിയുമായിരുന്നു. അത് ഞാൻ മിസ് ചെയ്തു. ആൻഡ് AI റെക്കമെൻഡ് ചെയ്തു. AI തന്നെ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തു. ആൻഡ് അത് പറഞ്ഞു ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ കഴിയുന്നു. ആൻഡ് അതെനിക്ക് ഒരു ടാക്സിൽ നല്ലൊരു രീതിയിൽ കുറയ്ക്കാനും കഴിയും. ടാക്സ് GPT, ക്ലിയർ ടാക്സ്, അത്തരത്തിലുള്ള ടൂൾസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നമുക്ക് നമ്മുടെ പോക്കറ്റിലൊരു 24/7 ഒരു CA കാരൻ നമ്മുടെ പോക്കറ്റിലുണ്ടെന്ന് കരുതുക. ആ രീതിയിൽ തന്നെ നമ്മളിത് ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് 5, ലോങ് ടൈം ഫിനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ലിവിങ് മന്ത് ടു മന്ത് അല്ലെങ്കിൽ പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്നത്. എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്, ഫ്രഷറാണ്, സാലറി ഓക്കെ അത്യാവശ്യം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അവന് ഫസ്റ്റ് മന്ത് സാലറി കിട്ടിയപ്പോൾ അവൻ 3000 രൂപ പെർ മന്ത് സേവ് ചെയ്താൽ അത് മതിയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാനൊരു AI ടൂൾ വെച്ചിട്ട് ഞാനും അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ കാൽക്കുലേഷൻസൊക്കെ നോക്കി അവന് എത്രത്തോളം റിട്ടയർമെൻറ്റ് വേണമെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ 3000 രൂപ മാത്രം മതിയാകില്ല അവന് പ്രോപ്പറായിട്ട് റിട്ടയർ ചെയ്യാനെന്നുള്ള കാര്യം മനസ്സിലാക്കി. ആൻഡ് നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു 5000 രൂപ പെർ മന്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാകും നിൽക്കുക? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹോം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കിഡ്സിൻ്റെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഫണ്ടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? 60-ലല്ല 50-ൽ റിട്ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ സേവ് ചെയ്യണം? ഇതെല്ലാം നമ്പേഴ്സിൽ കാണുമ്പോൾ ഐ ഓപ്പണിംഗ് ആണ്. ഓഫ് കോഴ്സ് ഇതൊക്കെ ഫ്യൂച്ചറിലുള്ള ഇന്ത്യയുടെ ഗ്രോത്തും അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലുള്ള നമ്മുടെ സാലറിയൊക്കെ വെച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഗോളും ക്ലിയറായിട്ട് നമ്മൾ എത്രത്തോളം സേവ് ചെയ്യണം എന്നുള്ള കാര്യം ഒരു ഗസ് വർക്കൊന്നും ഇല്ലാതെ നമുക്കൊരു ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇത്തരം ടൂൾസും നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് മേ ബി ഇതിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ നിൽക്കേണ്ട. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്യാഷ് സേവ് ചെയ്തിട്ടും നിങ്ങൾ കുറച്ചേറെ മണി മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു കാലത്ത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. സോ ഈ വീഡിയോയിൽ പറയുന്ന മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ. സീ യു ദെയർ.